ഞാനിപ്പോൾ ഉള്ളത് ശ്രീകാര്യത്താണ്. തലസ്ഥാന നഗരത്തിൽ നിന്ന് VS-ന്റെ വിലാപയാത്ര ആരംഭിച്ച് നഗരം കടക്കാൻ പോകുന്ന കവാടമാണ് ശ്രീകാര്യം എന്ന് പറയുന്നത്. VS-ന്റെ കാൽപ്പാട് പതിഞ്ഞ മണ്ണുകളാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തട്ടകമായിരുന്നു. ആ തട്ടകത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വൻ ജനാവലി തന്നെ ഇവിടെ അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ VS-ന്റെ സന്തത സഹചാരിയായിരുന്ന CPM-ന്റെ സന്തത സഹചാരിയായിരുന്ന VS-ഉം ഒപ്പം പാർട്ടിയിലെ പ്രധാനപ്പെട്ട മുഖമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയിൽ VS-ന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയുടെ മകൻ കൂടിയായിട്ടുള്ള ബിനീഷ് കോടിയേരി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം VS-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുസ്മരിക്കും. അപ്പോൾ ബിനീഷ് വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം കൂടിയാണ്. ബിനീഷിന്റെ അച്ഛനും ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിനീഷും ആയിക്കോട്ടെ VS-ന്റെ ഈ വിയോഗത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ എങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്? രണ്ടാമത്തെ അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു പോയിന്റാണ് നേരത്തെ തീരുമാനപ്രകാരമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് സംഘടനാ പ്രവർത്തന സമയത്ത് VS-ന്റെ സാന്നിധ്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന, എന്നോട് പുറമെ VS എങ്ങനെയാണ് എന്ന ആളുകൾ പറയുന്നത് ചിത്രമല്ല, എന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അത്തരത്തിൽ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയതുകൊണ്ടായിരിക്കാം എനിക്ക് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാനുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റി, അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഭാഗ്യം ഉണ്ടായ ഒരാളാണ്. കേരളം മുഴുവൻ ഇപ്പോൾ VS-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനുമായി ചേർന്നിട്ടുള്ള ഒരു വലിയ രീതിയിലേക്കുള്ള സമരം നടത്തിക്കൊണ്ടിരുന്ന സഖാവായിരുന്നു, മനുഷ്യനായിരുന്നു. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്നുള്ള സഖാവായിരുന്നു. ഓരോ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ഏത് പ്രശ്നത്തിൻ്റെ മുന്നിലും ഒരു VS-ന്റെ കയ്യൊപ്പ് എപ്പോഴും ഇതിലുണ്ടാകും. നാളുകളിൽ നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയത്തിൽ എപ്പോഴും VS ഉണ്ടാവും. അങ്ങനെ ഒരു ചിത്രം നമ്മൾ മുന്നിൽ തെളിച്ചു വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വളരെ പ്രകാശിതമായിട്ടുള്ള ഒരു വെളിച്ചം നമുക്ക് മുന്നിൽ തന്നിട്ടാണ് സഖാവ് നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത്. അത് ഒരു ശരീരം മാത്രമേ വിടവാകുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും തീരുമാനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി CPM കൂട്ടുത്തരവാദിത്വത്തോടുകൂടി, അതാണ് CPM-ന്റെ രീതി എന്നുള്ളത്, കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഈ പ്രസ്ഥാനം അത് VS-ന്റെ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. വ്യക്തിപരമായിട്ട് കുടുംബപരമായ അടുപ്പമുള്ള ഒരാളാണ്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്യുതാനന്ദൻ എന്നൊരു വ്യക്തി അടുത്ത് കാണാനും സംസാരിക്കാനും അടുത്ത് ഇടപഴകാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകൾക്ക് കൂടി ഒരു വലിയ നഷ്ടം കൂടിയാണോ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു 6 കൊല്ലമായിട്ട് VS ഒരു ദൈനംദിന രാഷ്ട്രീയത്തിലില്ലെങ്കിലും VS-ന്റെ സാന്നിധ്യം ഏത് സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ VS-ന്റെ ഒരു ഉത്തരം എപ്പോഴും ഉണ്ട്. ആ ഉത്തരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ആ ഉത്തരത്തെ നമ്മൾ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ആവശ്യം. അപ്പം ആ ഉത്തരത്തെ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകൾ VS-ന്റെ ആ ചേർന്ന് നിൽക്കുന്നുണ്ട്, ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ VS-ന്റെ പോരാട്ടങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ പോരാട്ടങ്ങളിൽ VS-ന്റെ ഓർമ്മകൾ ചേർന്ന് കിടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ബിനീഷ് കോടിയേരിക്ക് VS-നെ കുറിച്ചുള്ള ഓർമ്മ. കുടുംബപരമായിട്ടുള്ള ബന്ധമുള്ള ഈ കോടിയേരിയുടെ കുടുംബമായിട്ടും പാർട്ടി എന്നുള്ള നിലയ്ക്കൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ബിനീഷ്. അപ്പോൾ ബിനീഷിന്റെ ഓർമ്മകൾ ഇതൊക്കെയാണ്. അപ്പോൾ ശ്രീകാര്യത്തെ കാഴ്ചകളാണ്. ശ്രീകാര്യത്തെ VS-നെ അവസാന നോക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തിപ്പെട്ട ഒരു വൻ ജനാവലി തന്നെ ഇവിടെ ഉണ്ട്. നിരവധി പേർ അണിനിരക്കുന്നുണ്ട്. ഏകദേശം ദർബാർ ഹാളിൽ നിന്ന് ഇപ്പോൾ ആ വിലാപയാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ചത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശ്രീകാര്യത്തേക്ക് എത്തുമെന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്, അണിനിരന്നിട്ടുണ്ട്.
അപ്പോൾ ശ്രീകാര്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഈ പ്രദേശത്ത് ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട്. സ്ത്രീകൾ, ആബാലവൃദ്ധ ജനങ്ങളെല്ലാം, യുവാക്കൾ, പല മേഖലയിലുള്ളവർ, അങ്ങനെ VS-ന് വേണ്ടി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, ഈ നാടിൽ സമര ചരിത്രം സൃഷ്ടിച്ച മനുഷ്യന് യാത്രയപ്പ് കൊടുക്കാൻ ശ്രീകാര്യം എന്ന നാട് എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ദൃശ്യം വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഒപ്പം ശ്രീകാര്യം കൗൺസിലർ കൂടിയായ സ്റ്റാൻലി ഡിക്രൂസ് കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെ VS-ന്റെ ഇപ്പോൾ ഇവിടെ നേരത്തെ 3 മണിക്കകത്ത് എത്തുമെന്നാണല്ലോ അറിയിച്ചിരുന്നല്ലേ? ഇപ്പോൾ എന്തായി, അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? തിരിച്ചിട്ടുണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടിയായിരുന്നു. ഇവിടെ എത്തിച്ചേരപ്പം താമസിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വളരെ ഇതിലാണ് വരുന്നത്. എങ്ങനെയുണ്ട് ശ്രീകാര്യത്ത്? എത്ര LC-ക്കാണ് ഇവിടെ പങ്കെടുക്കുന്നത്? ഒറ്റ ലോക്കൽ കമ്മിറ്റി. ഒരുപാട് ആൾക്കാർ ഇതിൽ അന്തിമോപചാരം ഇതിനേക്കാളും ലോക്കൽ കമ്മിറ്റി 4 സ്ഥലത്തുണ്ട്. അപ്പുറത്ത് ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, 4 ശ്രീകാര്യം ലോക്കൽ കമ്മിറ്റിയിലാണ്. നമ്മുടെ വിവിധ ബ്രാഞ്ചുകൾ വീതം വെച്ചാണ്. ശ്രീകാര്യം എന്നൊരു നാട് എങ്ങനെയാണ് VS-നെ ഓർമ്മിക്കുന്നത്? ശ്രീകാര്യം എന്നുള്ള നാട് VS-നെ ഓർമ്മിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീകാര്യത്തിൻ്റെ എല്ലാ നാഡീസ്പന്ദനങ്ങളിലും VS ജോലി ചെയ്യുന്നുള്ളതാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇവിടെയാണ് ഒരു യോഗത്തിൽ സഖാവ് പങ്കെടുത്തത്. തീർച്ചയായിട്ടും നേരിൻ്റെ ശബ്ദമായിട്ടുള്ള VS-നെ എല്ലാ കാലവും ഓർക്കുന്ന ഒരു ജനതയാണ് ശ്രീകാര്യത്തുള്ളത്. ശ്രീകാര്യത്തെ ജനത ആവേശപൂർവ്വമാണ് VS-നെ എന്നും നോക്കിക്കണ്ടിട്ടുള്ളത്. പ്രചോദനമാണ് ഈ നാടിൻ്റെ ജനതയ്ക്ക് VS നൽകിയിട്ടുള്ള സംഭാവന. അപ്പോൾ ഇതാണ് കൗൺസിലർ കൂടിയായിട്ടുള്ള സ്റ്റാൻലി ഡിക്രൂസിന് പറയാനുള്ള കാര്യം. അപ്പോൾ ശ്രീകാര്യത്തെ ജനങ്ങൾ അവസാന നോക്ക് കാണാൻ തയ്യാറായിരിക്കുന്നു. VS എന്ന വിപ്ലവകാരിക്ക് യാത്രാമൊഴി കൊടുക്കാൻ വേണ്ടി ഈ നാടിലെ ആബാലവൃദ്ധ ജനങ്ങളും തെരുവീഥികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ച.